ഇനി നമുക്ക് പ്രവർത്തനം 4.2 പരിശോധിക്കാം. കൂടുതൽ ജ്യാമിതീയ രൂപങ്ങൾ. ഇവിടെ കുറെ ജ്യാമിതീയ രൂപങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതനുസരിച്ചുള്ള പ്രോഗ്രാമുകൾ നിർമ്മിച്ചു നോക്കാം. ആദ്യം ഇതുപോലൊരു ത്രികോണം വരയ്ക്കണം. ഒരു സമഭുജ ത്രികോണത്തിന്റെ കോണളവ് നമുക്കറിയാം 60 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ത്രികോണത്തിന്റെ ഉള്ളിലെ കോണളവ് 60 ആകണമെങ്കിൽ അതിന്റെ പുറത്തെ കോണ് 120 ആകണം. കാരണം ഒരു രേഖയിലെ മൊത്തം കോണുകളുടെ അളവുകളുടെ തുക 180 ആയിരിക്കും. അപ്പോൾ ഈ 60ഉം 120ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടണം. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ത്രികോണം കിട്ടണമെങ്കിൽ ആദ്യം ഒരു വര വരയ്ക്കുന്നു. അത് കഴിഞ്ഞാൽ ആ വര തിരിയണമെങ്കിൽ 120 ഡിഗ്രി തിരിയേണ്ടതുണ്ട്. അതായത് ഈ കോണളവ് 120 ആയിരിക്കണം. അതുപോലെ ഇവിടെ കാണുന്ന കോണളവ് 120 ആയിരിക്കണം കൊടുക്കേണ്ടത്. നമുക്ക് ചെയ്തു നോക്കാം. നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത പ്രോഗ്രാമാണിത്. വേണമെങ്കിൽ നമുക്കിത് എഡിറ്റ് ചെയ്ത് തന്നെ ഇനിയുള്ള പ്രവർത്തനങ്ങൾ നടത്താവുന്നതാണ്. ഇത് എഡിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് 4.2 എന്ന പ്രവർത്തനം ചെയ്തു നോക്കാം. ഇവിടെ 4i ഇൻ റേഞ്ച് ത്രികോണമായതുകൊണ്ട് 4 എന്നുള്ളത് മാറ്റിയിട്ട് 3 എന്ന് കൊടുക്കുന്നു. ഫോർവേഡ് 100 എന്ന് തന്നെ കൊടുത്തു. ഫോർവേഡ് എന്നുള്ളിടത്ത് 100 എന്ന് തന്നെ കൊടുത്തു. റൈറ്റ് 90ന് പകരം 120 കൊടുക്കണം. 120 എന്ന് കൊടുത്തു. ഇനി ഇതിന്റെ റൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. റൺ മൊഡ്യൂൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഫയൽ നമ്മൾ സേവ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് സേവ് ചെയ്യാൻ വേണ്ടി ഓക്കെയിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ കൊടുത്ത നിർദ്ദേശമനുസരിച്ച് ഒരു ത്രികോണം ഇവിടെ പ്രത്യക്ഷമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രോഗ്രാം 4.2a എന്നത് ചെയ്തു കഴിഞ്ഞു. ഇനി പ്രോഗ്രാം 4.2b ചെയ്യേണ്ടതുണ്ട്. ഇവിടെ 5 വശങ്ങളുള്ള ഒരു രൂപമാണ് വരയ്ക്കേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു വൃത്തത്തിലെ കോണിന്റെ അളവുകളുടെ തുക 360 ആയിരിക്കും. ആ 360നെ 5 ആയിട്ട് ഭാഗിക്കണം. 5 ആയിട്ട് ഭാഗിക്കുമ്പോൾ 72 എന്ന് കിട്ടുന്നു. റൈറ്റ് എന്നുള്ളത് 72 എന്ന് കൊടുക്കണം. 4i ഇൻ റേഞ്ച് എന്നുള്ളിടത്ത് 5 വശങ്ങളുള്ളത് കൊണ്ട് 5 എന്ന് കൊടുത്ത് നമുക്ക് ഇതും നേരത്തെ ചെയ്തതുപോലെ എഡിറ്റ് ചെയ്ത് തന്നെ തുടങ്ങാം. 4i ഇൻ റേഞ്ച് 5 വശങ്ങളുള്ളത് കൊണ്ട് 5 എന്ന് കൊടുത്തു. ഫോർവേഡ് 100 എന്ന് തന്നെ കൊടുക്കുന്നു. റൈറ്റ് 360 ഭാഗം 5 72 എന്ന് കൊടുക്കുന്നു. 72 എന്ന് കൊടുക്കുന്നു. ഫയൽ സേവ് ചെയ്യുന്നു. ഇനി ഇത് പ്രവർത്തിപ്പിച്ചു നോക്കാം. റൺ മൊഡ്യൂൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ ടൈപ്പ് ചെയ്തു കൊടുത്ത നിർദ്ദേശമനുസരിച്ചുള്ള ഒരു പഞ്ചഭുജം ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അതിന് താഴെ 6 വശങ്ങളുള്ള രൂപമാണ്. 6 വശങ്ങൾ ഉണ്ടാകുമ്പോൾ 360 ഭാഗം 6 സമം 60. ബാക്കി കോണിന്റെ അളവ് 60 എന്ന് കൊടുക്കണം. അപ്പോൾ അതിനുള്ള നിർദ്ദേശങ്ങൾ ഇവിടെ എഴുതി ചേർക്കേണ്ടതുണ്ട്. എഴുതി ചേർക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതൊന്ന് ചെയ്തു നോക്കാം. നമ്മളുടെ പഴയ പ്രോഗ്രാം തന്നെ ചെറിയ മാറ്റം വരുത്തിയാൽ ഇതുപോലെ നമുക്ക് ചെയ്യാൻ കഴിയും. അതല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ടൈപ്പ് ചെയ്തും കൊടുക്കാം. ഇവിടെ എളുപ്പത്തിന് വേണ്ടി പഴയതൊന്നും മാറ്റം വരുത്തുന്നു. 6 വശങ്ങളാണ്, അതുകൊണ്ട് ആവർത്തിച്ചു വരേണ്ട ഫോർ ലൂപ്പിൽ 6 എന്ന നിർദ്ദേശം കൊടുക്കുന്നു. ഫോർവേഡ് 100 തന്നെ കൊടുക്കുകയാണ്. ഫോർവേഡ് എന്നുള്ളത് 100 തന്നെ കൊടുക്കുന്നു. 360 ഹരിക്കണം 6. അപ്പോൾ
60 എന്ന് കൊടുത്തു. കാരണം 60 ഗുണം 6 360 ആണ്. ഇനി ഫയൽ സേവ് ചെയ്യുന്നു. പ്രോഗ്രാം പ്രവർത്തിപ്പിച്ചു നോക്കുവാൻ റണ്ണിൽ ക്ലിക്ക് ചെയ്യുന്നു. റൺ മൊഡ്യൂൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. 6 വശങ്ങളുള്ള ബഹുഭുജത്തിന്റെ ചിത്രം ഇവിടെ വന്നു കഴിഞ്ഞു.